ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാ പടച്ചവനെ ഞാൻ തെറ്റുകാരനായി പോയല്ലോ എന്നുള്ള ഒരു ചിന്ത നിനക്ക് കടന്നു വരും. പിന്നെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല, വെള്ളം കുടിക്കാൻ തോന്നൂല, ഒരു നിമിഷം പോലും ഇരിക്കാൻ തോന്നൂല. അല്ലാഹുവേ, ഒരു പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ റബ്ബേ, നിനക്ക് അല്ലാഹുവിലേക്ക് അതാ അടുക്കാൻ കഴിയുമെന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുമ്പോ ബർസീസ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു, നീ വ്യഭിചരിക്കണം. ബർസീസ പറഞ്ഞു, ഒരിക്കലും ഞാൻ വ്യഭിചരിക്കൂല. അത് വല്ലാത്ത പാപമാ, അത് വൻ പാപമാണ്, അത് നിന്ദ്യമാകുന്ന പാപമാണ്. ഇബ്ലീസ് പറഞ്ഞു, എങ്കിൽ നീ ഒരു മനുഷ്യനെ കൊല്ലണം. അപ്പോഴും ബർസീസ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയൂല. മൂന്നാമത് പറഞ്ഞു, എങ്കിൽ നീ ഒരൽപ്പം കള്ളു കുടിക്കണം. ഈ 3 പാപങ്ങളിൽ ഏറ്റവും ചെറിയ പാപം കള്ളുകുടിയാണല്ലോ. ബർസീസ ചോദിച്ചു, എവിടെ നിന്നാ കള്ള് കിട്ടുന്നത്? ഒരു കള്ള് ഷാപ്പ് കാണിച്ചു കൊടുക്കുകയാ. ബർസീസ കള്ള് ഷാപ്പിലേക്ക് കടന്നു ചെന്നു. സുന്ദരിയായ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് കള്ളു കൊണ്ടുവന്ന് ബർസീസയുടെ മുന്നിൽ വെച്ച് കൊടുക്കുകയോ. ബർസീസ കള്ളെടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോ കള്ളു കൊടുത്ത പെണ്ണിന്റെ കയ്യിൽ പിടിക്കുകയാ. രണ്ടുപേരും വ്യഭിചരിക്കുകയാ. പടച്ചവനെ വ്യഭിചരിച്ചു. അതാ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ഭർത്താവ് കിടന്നു വരികയാണ്. രണ്ടുപേരും തമ്മിൽ അടിപിടിയായി. ബർസീസയാ മനുഷ്യന്റെ കഴുത്തങ്ങ് മുറിക്കുകയോ. ആദ്യമതാ കള്ളു കുടിച്ചു, രണ്ടാമത് വ്യഭിചരിച്ചു, 3 ഒരു കൊലയും ചെയ്തു. അല്ലാഹുവേ, ശൈത്താന് വല്ലാത്ത സന്തോഷമായി. ബർസീസയെ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. അവസാനം തൂക്കുകയറിൽ കയറ്റി നിർത്തുമ്പോ ഇബ്ലീസ് വന്നിട്ട് ചോദിക്കുന്നു, ബർസീസ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താ. ഞാൻ പറയുന്ന കാര്യം നിനക്കനുസരിക്കാൻ കഴിയുമോ? 220 കൊല്ലം ഇബാദത്ത് ചെയ്ത ബർസീസ ചോദിച്ചു, എന്തേ ചെയ്യേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു, നീ എന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യൂ. എന്റെ മുന്നിൽ നീ സുജൂദ് ചെയ്താൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം ബർസീസ. അതാ ബർസീസ പറഞ്ഞു, എന്റെ കഴുത്തിൽ കയറ് കിടക്കുകയാ, എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസ് പറഞ്ഞു, എന്റെ മുന്നിലൊന്ന് തല കുനിച്ചാ മതി, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോ അവസാനം ബർസീസയതാ ഇബ്ലീസിന്റെ മുന്നിൽ തല കുനിക്കുകയാ. അവിടുന്ന് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എല്ലാ പാപങ്ങളുടെയും തലയാണ് കള്ളുകുടിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാ. പിന്നെ അവൻ ഈമാനില്ല, അവൻ 40 ദിവസം ദുആ ചെയ്താ സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, അവൻ പിന്നെ 40 ദിവസം ദുആ ചെയ്താ സ്വീകരിക്കൂല. പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഒരു നല്ല മരണം നിനക്ക് അല്ലാഹു തരൂല. ഒരു നല്ല മരണം അല്ലാഹു നിനക്ക് തരൂല. നീ എങ്ങനെയാ വരുന്നതെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോ എങ്ങനെയാ നീ എഴുന്നേറ്റ് വരുന്നതെന്നറിയോ? എടാ, പേപ്പട്ടിയുണ്ടല്ലോ, നാക്കിങ്ങനെ താഴ്ത്തിപ്പിടിച്ചു അതാ ഈള ഒലിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ, നാളെ പരലോകത്ത് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പടച്ചവനെ, നീ പേപ്പ
പേപ്പട്ടിയുടെ രൂപത്തിലാടാ കടന്നു വരുന്നത്. മലക്കുകൾ നിന്നെ കൊണ്ടുവരുമടാ. പേപ്പട്ടിയെ തല്ലി ഓടിക്കുന്നത് പോലെ, പേപ്പട്ടിയെ തല്ലിക്കൊല്ലാ ജനങ്ങൾ ഓടുന്നത് പോലെ നാളെ നിന്നെ നദാ ഖബറിന്റെ അകത്ത് നിന്ന് സബാലിയത്തിന്റെ മലക്കുകളല്ല പേപ്പട്ടിയുടെ രൂപത്തിൽ നാളെ നിന്നെ കൊണ്ടുവരപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, കള്ളു കുടിക്കുന്ന മനുഷ്യന്റെ ഈമാൻ അല്ലാഹു ആ സെക്കൻഡിൽ തന്നെ ഊരി മാറ്റും. 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല, നല്ല മരണമില്ല. നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പേപ്പട്ടി ഇങ്ങനെ നാക്കിട്ട് വലിച്ചോണ്ട് വരുന്നത് പോലെ അവന്റെ നാക്കിങ്ങനെ നെഞ്ചുവരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇളയി മുലിപ്പിച്ച് ദുർഗന്ധമടിക്കുന്ന അവസ്ഥയിൽ അവൻ ഇങ്ങനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കള്ള് തൊട്ടവന്റെ കയ്യിൽ നിന്ന് പിന്നൊന്നും വാങ്ങിക്കഴിക്കൂല, ഇഷ്ടമായിരുന്നില്ല. കള്ളു കുടിച്ചവനല്ല, കള്ള് കൈകൊണ്ട് തൊട്ടവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാൻ മഹാനവറുകൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും കള്ളു കുടിക്കരുത്. കള്ളിൽ ശിഫയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. കള്ളില് ശിഫ ഇല്ല, ഒരു രോഗത്തിനും ശിഫ കള്ളിലില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി. ഇങ്ങോട്ട് നോക്ക്, കള്ളു കുടിക്കണ ചെറുപ്പക്കാര് കേട്ടോ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി. വെള്ളം കുടിച്ചില്ലെങ്കിലും മരിക്കും, കള്ളു മാത്രമേ ഉള്ളൂ. ആ മനുഷ്യൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ ബക്കറ്റ് പിരിവിന് സമയമായി, നല്ല സമയത്താ. ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്കട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്ക 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ച് തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുക, വെള്ളം കുടിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു പോകും. അവന്റെ മുന്നിൽ കള്ളു മാത്രമേ ഉള്ളൂ, അവന്റെ മുന്നിൽ കുടിക്കാൻ കള്ളു മാത്രമേ ഉള്ളൂ. അവിടുന്ന് മഹാന്മാര് പറയുന്നു, ആ സമയത്ത് കള്ളു കുടിക്കാതെ നീ അങ്ങ് മരിച്ചുപോയാ നിനക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നാലും കുടിക്കരുത്. എടാ, കള്ളേ ഉള്ളൂ, ആ കള്ളു കുടിച്ചാൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടും. എങ്കിൽ കള്ളു കുടിക്കാതെ അങ്ങനെ ഇരുന്ന് മരിച്ചാൽ നിനക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. മഹാന്മാര് പറയുന്നു, പട്ടിയുടെ മൂത്രം ഉണ്ടെങ്കിൽ പോയി കുടിക്കടാ, ഇതിനേക്കാളും നല്ലതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കള്ളു കുടിക്കുന്നതിനേക്കാളും നല്ലത് പട്ടിയുടെ മൂത്രം പോയി കുടിക്ക്. അങ്ങനെയെങ്കിലും നീ നിന്റെ ജീവൻ രക്ഷിക്കുക. എന്നാലും കള്ളു കുടിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവ തൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ഏറ്റവും നല്ല പഠിക്കുന്ന, ഏറ്റവും നല്ല കഴിവുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യൻ മരിക്കുന്ന സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ഉസ്താദ് ശിഷ്യന്റെ അടുക്ക പോയിരുന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തപ്പോ അവൻ പറയാ, ഞാൻ പറയില്ല ഉസ്താദെ, ഞാൻ പറയൂല ഉസ്താദെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുക. ഉസ്താദാ പറഞ്ഞു കൊടുക്കണേ. ആ സമയത്ത് പറയൂല, ഞാൻ പറയൂല എന്ന് പറഞ്ഞിട്ട് കാഫിറായി ചത്തുപോയി. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വിഷമമായി. അല്ലാഹുവേ, എന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയാ, എന്തേ പടച്ചവനെ ഇങ്ങനെ മരിക്കാൻ കാരണം? എന്തേ അല്ലാഹ് ഇവനെ സംഭവിച്ചത്? എനിക്ക് അവനെ ഒന്ന് സ്വപ്നം കാണിച്ചു തരണേ എന്നും മരിച്ച അന്ന് മുതൽ ദുആ ചെയ്യാൻ തുടങ്ങി. 40 ദിവസം ദുആ ചെയ്തു. അവസാനം 40ന്റെ അന്ന് സ്വപ്നം കണ്ടു. ഉസ്താദ് ശിഷ്യനോട് ചോദിക്കുമ്പോ ഖബറിന്റെ അകത്ത് തീക്കകത്ത് കിടന്ന് വേവുകയാ, നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് വിളിച്ചു കൂവുകയാ. ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു, മോനെ, നീ എന്തുകൊണ്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാഞ്ഞത്? ഞാൻ നിനക്ക് പറഞ്ഞു തന്നപ്പോ നീ പറയത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ശിഷ്യൻ ഗുരുനാഥനോട് പറഞ്ഞു കൊടുത്തു, ഉസ്താദേ, എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ഞാൻ വൈദ്യന്മാരെ കണ്ടപ്പോ അവരെന്നോട് പറഞ്ഞു,
പറഞ്ഞു, എല്ലാ വർഷവും ഒരു ദിവസം നീ ഒരു കപ്പ് കള്ളു കുടിക്കണം, എങ്കിലേ നിന്റെ രോഗം മാറൂ എന്ന് വൈദ്യന്മാര് പറഞ്ഞു. ഞാൻ എല്ലാ വർഷവും ആരും അറിയാതെ ഒരു ഗ്ലാസ് കള്ളു കുടിക്കുമായിരുന്നു. അള്ളാഹു എനിക്ക് തന്ന ശിക്ഷ ഇതാ, അതുകൊണ്ടാണ് എൻ്റെ ആക്കിബത്ത് മോശമായി പോയത് എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിനോട് തൻ്റെ ശിഷ്യൻ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കള്ളുകുടിയന്മാരുടെ കടക്കുന്ന സ്ഥലം എവിടെന്നറിയുവോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നെഹ്റുൽ ഹിബാൽ. നെഹ്റുൽ ഹിബാൽ, കള്ളു കുടിക്കുന്നവന്മാർക്ക് നരകത്തിൽ കിട്ടുന്ന ശിക്ഷ. കള്ളു കുടിക്കുന്നവന്, തൊണ്ട കുടിക്ക് താഴെ കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്നവന് നിനക്ക് അല്ലാഹു നാളെ നരകത്തിൽ തരുന്നത് നെഹ്റുൽ ഹിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നെഹ്റുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ഈ നദി ഏതാ നബിയെ? നരകവാസികളുടെ ചലം ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകവാസികളുടെ ചീഞ്ചലം ഇങ്ങനെ ഒഴുകി വന്നിട്ട് അല്ലാഹുവേ അത് വീഴുന്ന നദിയാണ്. ബഹ്റുൽ ഹിബാൽ എന്ന നെഹ്റുൽ ഹിബാൽ എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് എന്തെന്നറിയുമോ? വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ മൻ ശരിബൽ ഖംറ ഫലാ തസവ്വജൂ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, വാപ്പാ, കള്ളുകുടിയന് നിന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കല്ലേ. കള്ളു കുടിക്കുന്നവന്മാർക്ക് നിന്റെ പൊന്നാര മക്കളെ നീ കെട്ടിച്ചു കൊടുക്കല്ലേ. പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ. അല്ലാഹുവേ, ഇന്ന് കള്ളു കുടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കൂ, അതൊക്കെ ഒരു ഫാഷനാണല്ലോ. സന്തോഷം വരുമ്പോ ഈ പാൽപ്പം അടിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് കരുതുന്ന കാലവാ, അതുകൊണ്ടാ കണ്ണുനീര് കുടിക്കുന്നത്. ആയിഷ ബീബി പറയുകയാണ്, മൻ ശരിബൽ ഖംറ ഫലാ തസവ്വജൂ. അതാ അവിടെന്ന് പറയുകയാ, അവിടെന്ന് പറയുകയാണ്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, വഇൻ മരിലാ ഫലാ തഊദൂ. ഈ നാട്ടിലെ കള്ളു കുടിച്ച് നടന്നവന് ചാകാൻ കിടക്കുകയാ. ഈ നാട്ടിലെ കള്ളുകുടിയർ എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്തവന് കുടിച്ചു കുടിച്ചു കുടിച്ചവൻ രോഗം പിടിച്ച് കിടക്കുകയാ. അവനെ നിങ്ങൾ പോയി കാണല്ലേ, അവനെ നിങ്ങൾ പോയി കാണല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഏത് പ്രവാചകനാ പറഞ്ഞത്? അബൂജഹല് പനി പിടിച്ച് കിടന്നപ്പോ കാണാൻ പോയ നബി. അബൂജഹല് തന്റെ അനുയായികളോട് പറഞ്ഞു, വീടിന്റെ മുന്നിൽ ഒരു കുഴിയെടുത്തിട്ട് മുഹമ്മദ് എന്നെ കാണാൻ വരും, അവന് കുഴിക്കകത്ത് വീണാ എറിഞ്ഞു കൊല്ലണം. അല്ലാഹുവേ, ആ അബൂജഹല് പനി പിടിച്ച് കിടന്നപ്പോ കാണാൻ പോയ നബി പറയുകയാ, വഇൻ മരിലാ ഫലാ തഊദൂ. കള്ളു കുടിക്കുന്നവന് നിങ്ങൾ രോഗസന്ദർശനം നടത്തല്ലേ. അവിടെന്ന് പറയുകയാണ്, വഇൻ മാത ഫലാ തുസല്ലി അലൈഹി. കള്ളുകുടിയന്റെ മയ്യത്ത് നിസ്കരിക്കല്ലേ ചെറുപ്പക്കാരാ. അവിടെന്ന് പറയുകയാണ്, കള്ളു കുടിക്കുന്നവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കാൻ പാടില്ല, അവനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കല്ലേ. അവന്റെ മയ്യത്ത് മുഅ്മിനീങ്ങളെ കബറടക്കുന്ന സ്ഥലത്ത് കള്ളുകുടിയന്റെ ജനാസ കബറടക്കല്ലേ. സഹാബത്ത് ചോദിച്ചു, നബിയേ, പിന്നെ പുഴുത്ത് നാറുവല്ലോ നബിയേ. ഇങ്ങനെ കള്ളു കുടിച്ചവൻ രോഗം പിടിച്ച് കിടന്ന അവനെ സന്ദർശിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. 2, 3 അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, അവന്റെ മയ്യത്ത് കൊണ്ടുപോണ കണ്ട പുറകെ നടക്കരുത്. കള്ളു കുടിച്ചിട്ട് പോന്ന വഴിയിൽ വണ്ടി ഇടിച്ച് ചത്തുപോയവൻ അവന്റെ ജനാസ പള്ളിക്കാട്ടി കൊണ്ടുപോയി കബറടക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ എന്ത് ചെയ്യും? റസൂലുള്ളാഹിനോട് ചോദിച്ച് എന്ത് ചെയ്യും? അല്ലേ, പള്ളിയിലെ സെക്രട്ടറി അല്ലേ, കബറടക്കാതിരിക്കാൻ പറ്റുമോ? പള്ളിയിലെ സെക്രട്ടറി അല്ലേ, സെക്രട്ടറിയുടെ മോനല്ലേ,
പ്രസിഡന്റ് അല്ലേ, പിന്നെ എവിടെ അടക്കും? കുടിയനാണെങ്കിലും പള്ളിക്ക് തന്നെ അടക്കണം. അവിടെ നിന്ന് പറഞ്ഞു, നബിയെ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു കൊടുക്ക് നബിയെ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം നബിയെ. നബിയെ നുവല്ലിഹി മാ തുവല്ല നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. നബിയെ പറയാനുള്ളതൊക്കെ പറ, നന്നാവുന്നതും നന്നാവാതിരിക്കുന്നതും അവന്റെ ഇഷ്ടം. എന്നിട്ട് അവൻ കുടിച്ച് ചത്തുപോയാൽ കൊണ്ടുവന്ന് പള്ളി കുഴിച്ചിട്ടോ, ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാ, അവിടെ നിന്ന് പറയുന്നുണ്ട്, അവിടെ നിന്ന് മഹ്ദി പറയുന്നു, ഫവല്ലദി ഫവല്ലദി, അവിടെ നിന്ന് പറയുന്നുണ്ട്, ഫവല്ലദി, അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവേ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആനിലും ശപിക്കപ്പെട്ടവനാണ് കള്ളുകുടിയനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആനിലും അല്ലാഹു ശപിച്ചവനാണ് കള്ളുകുടിയനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവിടെ നിന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു കള്ളുകുടിയന്, ഏതെങ്കിലും ഒരു കള്ളുകുടിയന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ഉരുള ഭക്ഷണം കഴിക്കാൻ കൊടുത്താ അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ കുടിയന്റെ കൂടെ ഇരിക്കുന്നവനുണ്ട്, നടക്കുന്നവനുണ്ട്. നീ എങ്ങനെയാ വരുന്നറിയോ? പരലോകത്ത് നിനക്കുള്ള ശിക്ഷ പറയാം. നാളെ നീ പരലോകത്ത് വരുമ്പോ അന്ധനായിട്ട് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങള് കള്ളു കുടിക്കത്തില്ല, ഞങ്ങളുടെ കടയിൽ ഇരുന്ന് കുടിക്കാൻ ഇത്തിരി സൗകര്യം ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 10 വിഭാഗം ആൾക്കാർ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടിക്കേണ്ട ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോൾ അത് പിടിക്കൂല, അതുകൊണ്ടാ ഉള്ളത് പറയുമ്പോൾ പിടിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ കള്ളുകുടിക്കണല്ല, നിങ്ങൾ ആരും കള്ളുകുടിക്കുന്നവരല്ല. പക്ഷെ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടിക്കേണ്ട ലിസ്റ്റിൽ പെടുന്ന 10 പേരുണ്ട്. ഒന്ന്, നീ ഹോട്ടലിൽ ഒരിത്തിരി സൗകര്യമായി എത്തിരി ഇരുന്ന് അടിച്ചോടാ, കുഴപ്പമൊന്നുമില്ല, നീയും കള്ളുകുടിയൻ തന്നെയാ. അടിക്കാൻ സ്ഥലം കൊടുക്കുന്നവൻ, മരം കൊടുക്കുന്നവൻ, തെങ്ങ് കൊടുക്കുന്നവൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൗകര്യം എന്നെ ഒന്ന് ബീവറേജിന്റെ കേറിക്കോളി, ഞാൻ ആക്കി വിട്ടേക്കാം. താടിയുള്ളവൻ കേട്ട് ബീവറേജിന്റെ മുന്നിൽ നീയും കുടിയനെ പോലെ തന്നെയാ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ, ഉറക്കപ്പുറ അള്ളാഹു പുറത്തേരുമാറാകട്ടെ. നാളെ നീ അന്ധനായിട്ട് വരും. നാളെ പരലോകത്ത് കള്ളുകുടിയന്റെ കൂടെ നടന്നവൻ. സഹോദര, കള്ളു കുടിച്ച് ചത്തവന്റെ കബറിന്റെ അടുക്ക പോലും കബറക്കരുത്. കള്ളു കുടിച്ചവന്റെ കബറിന്റെ അടുക്ക പോലും കബറക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചരിത്രത്തിൽ കാണാൻ, ഒരു പിതാവ് തന്റെ ചെറിയ മകൻ മരണപ്പെട്ടു പോയി. പാപ്പ മോനെ സ്വപ്നം കണ്ടപ്പോ ഒരു സൈഡിലെ മുടി മുഴുവനും നരച്ചിരിക്കുക. പാപ്പ ചോദിച്ചു, മോനെ, എടാ നീ മരിച്ചപ്പോ നിന്റെ ഒരു മുടിയും നരച്ചിട്ടില്ലല്ലോടാ, എങ്ങനെയാടാ മുടി മൊത്തം നരച്ചത്? വാപ്പ കിടക്കണത് ഒരു കുടിയന്റെ കബറിന്റെ ചാരത്താ വാപ്പ, അവന്റെ കബറിലെ തീ കാരണം നരച്ചു പോയതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അവന്റെ അടുത്ത് കിടന്നാൽ പോലും രക്ഷപ്പെടൂല, പിന്നല്ലേ കൂടെ കിടക്കുന്നവർ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ കള്ളു കുടിച്ചവർ ഇങ്ങനെ ആടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ കാലിങ്ങനെ ഉറക്കില്ല. എന്തെന്നറിയോ? എന്തുകൊണ്ടാ കള്ളു കുടിച്ചവന്റെ കാല് ഉറക്കാത്തത്? കണ്ടിട്ടില്ല, ഇങ്ങനെ ചാടി ചാടി ഡാൻസ് ഒക്കെ കളിച്ച് നടക്കണം. അതിനൊരു കഥയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആദം നബി അലൈഹിസ്സലാം ഒരു മുന്തിരി നട്ടുന്ന ഒരു മുന്തിരിയുടെ തൈ നട്ടപ്പോ ഇബ്ലീസ് ആദ്യം ഒരു മയിലിനെ പിടിച്ച്
ചതച്ചിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടിൽ പിടിച്ചു. ഇങ്ങനെ ഒരു മയിലിനെ അറുത്തിട്ട് അതിന്റെ ബാത്റൂം ചാലെങ്കിൽ ചാല് അവിടെ കിടക്കും. ഈ 4 ജീവിയുടെ സ്വഭാവം കള്ളുകുടിയിനുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറയും ഉസ്താദെ നമ്മൾ കള്ളൊന്നും കുടിക്കത്തില്ല, നമ്മൾ വീടി വലിക്കുമല്ലോ. കള്ളൊന്നും നമ്മൾ ആരും കുടിക്കത്തില്ല. വീടി വലിക്കൂലേ? വീടി വലിക്കൂലേ? വീടി വലിക്കാൻ പറ്റുമോ? അനുവദനയാണോ? പറചങ്ങായിമാരെ, വീടി വലിക്കാൻ പറ്റുമോ? വീടി വലിക്കാൻ അനുവദനയാണോ? ഈ സദസ്സിരിക്കുന്ന പലരും ഇങ്ങനെ വലിയ കട്ടം വീടിയാ എന്താ സുഖല്ലേ, ഇങ്ങനെ വലിയ വീടി വലിക്കാൻ പറ്റുമോ? വീടി വലിക്കൽ ഹറാമൊന്നുമല്ല. നിങ്ങളാരും മസ്ലം ചോദിച്ചേക്കരുത്. വീടി വലിക്കൽ ഹറാമൊന്നുമല്ല, പക്ഷേ അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വീടി വലിക്കല് കറാഹത്താണെന്ന്. 40 കറാഹത്ത് ചെയ്യുമ്പോൾ ഒരു ഹറാമിന്റെ സ്ഥാനത്താണെന്നും കിതാബിലുണ്ട്. ഞാൻ നിങ്ങളെ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞില്ല, പഠിക്കണം. എപ്പോഴും വലിക്കണം ആപ്പാമാര്, കേട്ടോ. വീടി വലിക്കൽ കറാഹത്താ, അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. പക്ഷെ നീ 50 പ്രാവശ്യം 100 പ്രാവശ്യം വലിക്കുമ്പോൾ അതൊരു ഹറാമിന്റെ സ്ഥാനത്താ. നീ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്നാ ഇതുണ്ടായത്? ഈ ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് എവിടെ നിന്നാണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ ശപിച്ചു. നീ നശിച്ചു പോകട്ടടാ, നീ ശപിക്കപ്പെട്ടവനാടാ. അള്ളാഹു ശപിച്ച സമയത്ത് ശൈത്താൻ നിന്ന് മൂത്രം ഒഴിച്ച് കളഞ്ഞു, പേടിച്ചിട്ട്. അള്ളാഹു ശൈത്താനെ ശപിച്ചപ്പോ അവൻ നിന്ന് മൂത്രം ഒഴിച്ചു. ആ മൂത്രം ഒഴിച്ചിട്ട് മൂത്രം വീണ സ്ഥലത്ത് നിന്ന സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത്. വാപ്പ, നീ ചുണ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിക്കണത് അവിടെ നിന്നുണ്ടായ സാധനവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ശൈത്താന്റെ മൂത്രം വീണ സ്ഥലത്ത് നിന്ന് കിളിച്ച ആ സ്ഥാനം കൊണ്ടാ നീ ഇങ്ങനെ ചുണ്ടത്ത് വെച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി ഉപയോഗിക്കുന്നത് നിർത്തുക. കള്ളു കുടിക്കുന്നവന്റെ ആക്കിബത്ത് മോശമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട സാധുവായ ആരാരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു കൂര വെച്ചു കൊടുക്കുക എന്ന ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിച്ച പരിപാടിയുടെ അവസാനത്തെ ദിവസമാ. സംഘാടകരുടെ മുന്നിലേക്ക് കടന്നു വരുന്നു, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആരെങ്കിലും ഒരു മനുഷ്യന് സദക്ക കൊടുത്താൽ അള്ളാഹു അവന് കൊടുക്കാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിപത്തുകളെ തട്ടിമാറ്റാൻ അള്ളാഹുവിന്റെ തീരുമാനം എന്താ നമുക്കറിയാൻ കഴിയോ? 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കൂടെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉസ്താദെ, നിങ്ങൾ വരണം, നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചതാ. അള്ളാഹുബെ, വിവാഹം കഴിഞ്ഞു 10-11 വർഷക്കാലം മക്കളില്ലാതെ ഒരു വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്നു. ഒരുപാട് കൊല്ലം ദുആ ചെയ്തുകൊണ്ട് നടന്നു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല 3 മക്കളെ കൊടുത്തു, 2 ആണും 1 പെണ്ണും. അള്ളാഹു 3 മക്കളെ കൊടുത്തു. 21 വയസ്സുള്ള ഒരു മകൻ, +1 പഠിക്കുന്ന ഒരു മകൾ, പുദവിക്ക് പഠിക്കുന്ന ഒരു ചെറിയ മുത്തഅല്ലിം. എൻ്റെ പ്രിയമുള്ളവരെ, പൂജയുടെ ലീവായത് കാരണം എല്ലാവരും കൂടെ അകന്ന ഒരു കുടുംബത്തിലെ അകന്ന ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അവരുടെ വീടിന്റെ പരിസരത്തുള്ള നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ തൻ്റെ കൂടപ്പുറപ്പ് വെള്ളത്തിൻ്റെ അകത്ത് തൂങ്ങി താഴുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ സഹോദരനും സഹോദരിയും കൂടെ ചാടി. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ വീട്ടിൽ ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇരിപ്പുണ്ട്. ഉസ്താദേ, ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാ. ഗൾഫിലായിരുന്നു, ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. നാട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ സാധു വിചാരിച്ചു എൻ്റെ ഉമ്മ മരിച്ചുപോയെന്ന്. ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഉമ്മ വീടിൻ്റെ അകത്തിരിപ്പുണ്ട്. മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു നിനക്ക് തന്ന 3 എണ്ണവും പോയി മോനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് കാലം പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് അള്ളാഹു കൊടുത്ത 3 മക്കളും ഒറ്റയടിക്കങ്ങ് പോയപ്പോ 3 മക്കളുടെ മയ്യത്ത് കണ്ടിട്ട് ആ പിതാവ് ചിരിക്കുകയാ ചെയ്തത്, കരയല്ല. ബോധം നഷ്ടപ്പെട്ടു പോയി. തൻ്റെ അള്ളാഹു കൊടുത്ത 3 മക്കളും മരിച്ചു കിടക്കണ കണ്ടപ്പോ ആ സാധു ഇങ്ങനെ ചിരിക്കുക. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവസാനം ആ പിതാവിനെ ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ 3 ശുഹദാക്കളുടെ വാപ്പയാ. അള്ളാഹു 3 ശുഹദാക്കളെ വളർത്താൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് പറയുമ്പോ ആ പിതാവ് എന്നോട് ചോദിച്ചു, ഉസ്താദേ, മരിക്കണ കാലം വരെ ഇനി ഞങ്ങൾ ജീവിക്കണ്ടേ? ഞാനിവന്റെ ഭാര്യയും ഈ വീടിൻ്റെ അകത്തിന് മരിക്കുന്ന കാലം വരെ ജീവിക്കണ്ടേ?
അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാവങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അവർക്ക് വീട് കെട്ടാനല്ല, അവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനല്ല, അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഹായം ചെയ്യാനല്ല, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ആരാരുമില്ലാത്ത ഒരു സഹോദരിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ അറഫയുടെ മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ട അസ്സദഖ തുറദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് മാരകമായ രോഗം അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്ക അത് തട്ടിമാറ്റും. നിന്റെ മക്കളും മരിപ്പിക്കാൻ നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന, നിനക്ക് മാരക രോഗം, നിന്റെ കയ്യും കാലും വെട്ടിമുറിക്കുന്ന രോഗം അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്ക കൊണ്ടത് തട്ടിമാറ്റും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് ഓടാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, ഓടേണ്ടവർക്ക് ഓടാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക ഒന്ന് പോക്കറ്റി കൈയിട്ടെ. അല്ലാഹുവേ, എൻ്റെ കൈ എനിക്ക് വേണം, എൻ്റെ കാലെനിക്ക് വേണം, എൻ്റെ ആരോഗ്യം എനിക്ക് വേണം, എൻ്റെ കണ്ണെനിക്ക് വേണം, എൻ്റെ മക്കളെ എനിക്ക് വേണം. അല്ലാഹുവേ, എല്ലാം നിലനിർത്തി തരണേ എന്ന ഒരു നിയ്യത്തോടെ നല്ല ഒരു സദക്ക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു അല്ലാഹുവേ, ഇവരുടെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്. പടച്ചവനെ, നീ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഏതെങ്കിലും അറുത്തു മുറിക്കുന്ന രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന് നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ ആക്കിബത്ത് മോശമാണ്. 2 ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ. 3 ജീവിതത്തിൽ കള്ളുകുടിക്കുന്നവൻ. കള്ളുകുടിച്ചിട്ട് തൗബ ചെയ്യാത്തവന്റെ ആക്കിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്താം. വിശദീകരിക്കുന്നില്ല, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്യാം. 4ാമത്തെ വിഭാഗം ആരെന്നറിയോ? മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഈ വഅദിന്റെ സദസ്സിലിരിപ്പുണ്ട്. പടച്ചവരെ, ഒരു ഉമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദേ, എന്റെ പൊന്നുമോന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണു, എന്റെ പൊന്നുമോനൊന്ന് നന്നാകാൻ ദുആ ചെയ്യണു. അവൻ എന്നെ തല്ലുന്ന ഉസ്താദ്, എന്നെ വേദനിപ്പിക്കുന്ന ഉസ്താദ്, ഇന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഉമ്മയും മറക്കപ്പുറം ഇരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരണസമയത്ത് ആഖിബത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങാത്ത 4ാമത്തെ വിഭാഗം തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാ, തന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര കൊലകൊമ്പനാകട്ടെ, ഹാജിയാരാകട്ടെ, ഉംറ ചെയ്തവനാകട്ടെ, ആലിമാകട്ടെ, ഹാഫിളാകട്ടെ, നിസ്കാരത്തടമ്പുള്ളവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച, വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ച, നീ രക്ഷപ്പെടൂലടാ ചെറുപ്പക്കാരോ, നീ രക്ഷപ്പെടൂല പൊന്നുമോന്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലോകത്തിന്റെ നേതാവ് പറയുകയാ, 3 പാപങ്ങൾ ചെയ്താ
മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന 3 പാപമുണ്ട്. ആ 3 പാപത്തിൽ ഒരു പാപം ഏതെന്നറിയോ? തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ ചരിത്രമറിയാ ചെറുപ്പക്കാരോ, എത്രയോ ചരിത്രമറിയാമോര്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. പടച്ചവര് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. സഹാബികൾ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അവിടത്തെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയുന്നില്ല. സഹാബികൾ വരുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? സഹാബാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? സഹാബാ, ഉണ്ട് നബിയേ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ കൊണ്ടുവന്നു. റസൂലുള്ള ചോദിച്ചു, ഉമ്മാ, നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാ ഉമ്മാ? യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, എന്റെ പൊന്നുമോൻ എന്നെ വല്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ, എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാ. അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. അൽഖമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ ഉമ്മ വിചാരിക്കുന്നത് മകൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ്. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു, ഒരിക്കൽ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു. അല്ലാ, അതുകൊണ്ടാണ് മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തത്. റസൂലുള്ള പറയുന്നു, ഉമ്മ നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കൂ, അൽഖമയ്ക്ക് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കൂ. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല ഉമ്മ. ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, ഞാനവ വല്ലാതെ സ്നേഹിച്ചതാ. അല്ലാഹുവേ, ഉമ്മ പൊരുത്തം കൊടുക്കില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ കത്തിച്ച് കള സഹാബ, ഉമ്മയുടെ പൊരുത്തമില്ലാത്ത അൽഖമയെ കത്തിച്ച് കള സഹാബ. ഉമ്മ പറയുന്നു, വേണ്ട നബിയേ, എന്റെ പൊന്നുമോനെ കത്തിക്കല്ലേ നബിയേ, അവനെത്ര ദ്രോഹം ചെയ്താലും എന്റെ മകനല്ലേ, ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു യാ റസൂലല്ലാഹ്. പറഞ്ഞു തീരേണ്ട താമസം ഉമ്മ പൊരുത്തം കൊടുത്ത് കഴിയുമ്പോ അൽഖമ വിളിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് യാത്ര പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അൽഖമ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സഹാബിയ. ഉമ്മാനെ തല്ലിയില്ല, ചീത്ത വിളിച്ചില്ല, വൃദ്ധസദനത്തിൽ കൊണ്ടെറിഞ്ഞില്ല, പട്ടിണി കിട്ടില്ല, കണ്ണുനീര് കുടിപ്പിച്ചില്ല. ഉമ്മാനെ
കാരണത്താലും സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്കൊരു തോന്നലുണ്ടായി, മനസ്സൊന്ന് വേദനിച്ചു. ആ സ്വഹാബിക്കും മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല. അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴേ ആ പറയാൻ കഴിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ബിസ്മില്ലാ ദുആ ചെയ്യാം. വാ, ഇങ്ങോട്ട് അടുത്തേക്ക് വാ എല്ലാവരും, ഇൻഷാ അല്ലാഹ് അടുത്തേക്ക് വാ. എല്ലാവരും എനിക്കൊന്ന് കാണണം ഇൻഷാ അല്ലാഹ്. വാ, അൽഹംദുലില്ലാഹ്, സ്വലാത്തു സ്വല്ലല്ലാഹു ഫൈസൽ اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കഴിഞ്ഞു. റോഡിൽ നിൽക്കുന്ന മക്കളോടൊക്കെ അനിയ ഇത്രയും നേരം കയറാൻ പറഞ്ഞില്ല, ഒന്നീ ദുആ ചെയ്യാൻ പോവാ, സ്വർഗത്തിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പൊക്കോ. അവിടെ നിൽക്കരുത്, നീ അവിടെ നിന്ന് ആമീൻ പറയരുത്. കച്ചവടം ചെയ്യുന്ന കാക്കായോട് ഇനി അവിടെ ഒരാളെ നിർത്തല്ലേ കാക്ക, ഇനി അവൻ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും പേടിക്കരുത്, ഉള്ള ബർക്കത്ത് ഇന്നത്തോടുകൂടി ഇറങ്ങിപ്പോകും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഒന്നീ സ്വർഗത്തിൽ കയറി, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം 40 പേര് കൂടുന്ന സദസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവുന്ന, ഇപ്പൊ 40 അല്ല 400 പേരുണ്ടല്ലോ, 400 പേരുണ്ടല്ലോ. ഇങ്ങനെ ഒരു സദസ്സിനകത്ത് കയറി നിന്ന് ആമീൻ പറയാത്തവൻ വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറ മനുഷ്യന്മാരെ, പുറത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓ ആമീൻ പറയണ കാര്യം നല്ലത്, വീട്ടിൽ ഇപ്പോൾ അവൻ്റെ ഭാര്യ മക്കളും കാത്തിരിപ്പുണ്ട്. ഓ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ശിക്ഷ അവൻ്റെ ആക്കിബത്ത് അള്ളാഹു മോശമാക്കി കളയും. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കിട്ടൂല, അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 ഞാൻ നിർത്തുകയാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എടാ, ഒരുപാട് കാലം നീ ഈ നാട്ടിൽ നടക്കൂല. ഉമ്മാനെയും മാപ്പാനെയും തല്ലിയവന്റെ കഥയൊന്നും ഞാൻ പറയൂല. ഉമ്മാനെ ചീത്ത പിടിച്ച മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മക്കളെ, ഒരുപാട് കാലം നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ നിനക്ക് നടക്കാൻ ആയുസ് അല്ലാഹു തരില്ല. നിന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്മാരെ മുഴുവനും അള്ളാഹു നേരത്തെ അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ നിന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരുമാറാകട്ടെ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ആയുസ് കുറയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 3 വാപ്പാനെ തല്ലാൻ കൈവക്കിയവന്മാരും ഉമ്മാനെ ചീത്ത വിളിച്ചവരും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടിട്ടവനും, ഞാൻ മാത്രമല്ലല്ലോ മോൻ, വേറെയും പറ്റിട്ടുണ്ടല്ലോ, അവിടെ പോയി കിടക്കുന്ന ഉമ്മാനോട് പറഞ്ഞവന്മാരൊക്കെ കേട്ടോ, അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ അല്ലേ? ഒരു പണക്കാരൻ്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ അവള് പറയും, കിളവനും കിളവിയെ നോക്കാൻ എനിക്ക് വയ്യ, മൂത്രവും കാഷ്ടമൊന്നും വാരാൻ എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോൾ സ്വന്തം പെറ്റ തള്ളയുടെ നേരെ ചാടുന്ന മക്കളൊക്കെ കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത് ഒരു പിതാവ് പറയാ, ഉസ്താദേ എൻ്റെ മക്കൾ എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു ഉസ്താദേ, എന്നെ കൊല്ലാൻ. ക്യാൻസർ എന്ന രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയെ കഴുത്ത് ഞെരിച്ചിട്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ മക്കള് വാപ്പയുടെ കഴുത്ത് ഞെരിക്കുക. എന്നോട് പറയുന്നു, ഉസ്താദേ ഞാനൊന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ആ പിതാവിനോട് കരുണ കാണിക്കുമാറാകട്ടെ, അള്ളാഹു കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ചു വലിയ ആൾക്കാരെ പോലെ നടക്കുന്നവർ പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെടാ, അനിയ, നിന്റെ ഉമ്മ നിന്റെ വീട്ടിൽ കിടന്നൊന്നും മൂത്രം ഒഴിക്കട്ടടാ. ഉമ്മയല്ലേ മൂത്രം ഒഴിക്കട്ടെ, അത് കഴുകി അങ്ങ് വെളുക്കുമല്ലോ. ഉമ്മ ബെഡ്റൂമിൻ്റെ അകത്ത് അറിഞ്ഞോണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉമ്മ അറിഞ്ഞോണ്ട് മൂത്രം ഒഴിക്കോ? ഒരല്പമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ബോധമുള്ള ഉമ്മ പാപ്പ അറിഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്ത് കിടന്ന് മൂത്രം ഒഴിക്കുകയും കാഷ്ടിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യോ? ഇല്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അത് ഇല്ലാത്തവർക്കേ അതിൻ്റെ വേദന അറിയൂ. നമ്മൾ എന്തേ ചിന്തിക്കാത്തത്? നമ്മളെ മോനേന്ന് വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ ഈ ലോകത്ത്. വേറെ ആരെങ്കിലും വിളിക്കുവോ? വേറെ ആരെങ്കിലും നിന്നെ വിളിക്കോ മോനേന്ന്? പാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. വയ്യെങ്കിലും രോഗം പിടിച്ച് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ മോൻ വന്നോന്നൊന്ന് ചോദിക്കണൊരു ചോദ്യം ഉണ്ടല്ലോ.
എൻ്റെ മോൻ വന്നോ എന്ന് നമ്മുടെ ഉമ്മയെന്ന് ചോദിക്കും. നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ മതിയല്ലോ. മനസ്സ് വേദനിക്കുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 5 കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്ത്. ഇതിലൊരു കാര്യം, ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ ഇന്ന് മക്കൾക്ക് സമയമില്ല. എന്ത് മനുഷ്യന്മാരിപ്പാ. നമുക്ക് ജന്മം നൽകി നമ്മുടെ ഉമ്മ. കാരണം ഇന്ന് തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി, കിളവിയായി, മുടിയൊക്കെ നരച്ചു, പ്രായമായി. എങ്കിലും റസൂലുള്ള പറഞ്ഞു, ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ നാണക്കേട. സ്വന്തം പ്രായമായ ഉമ്മയെ കാണിച്ചിട്ട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ മക്കൾ മടിക്കുന്ന കാലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോടാ പ്രത്യേകം പറയേണ്ടത്. കാരണം പാപ്പ എത്രയോ കഷ്ടപ്പെട്ട് 10ഉം 30ഉം പവനും കൊടുത്ത് നിന്നെ കെട്ടിച്ചു വിട്ടു. നിനക്കെന്നൊരു ഗൾഫുകാരനെ കിട്ടി, മക്കളെ കിട്ടി, നല്ല ഒരു ഭർത്താവിനെ കിട്ടി, 2 നിലയുള്ള വീട് കെട്ടി. ഇന്ന് ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. ഭർത്താവാണ് നിനക്ക് ഏറ്റവും വലുത്, നിന്റെ മക്കളാണ് നിനക്ക് ഏറ്റവും വലുത്. സ്വന്തം ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് 1000 രൂപ വീട്ടിൽ ചെന്നിട്ട് ഉമ്മ നിങ്ങൾ മരുന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും മനസ്സില്ലാത്തവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, എൻ്റെ പ്രിയമുള്ളവരെ, നിനക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ വീടിൻ്റെ അകത്ത് കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ, ഒന്ന് കാഷ്ടിക്കുമ്പോൾ പരാതി പറയുന്ന, തല്ലുന്ന, ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ, എടാ ഞാനും നിങ്ങളും എവിടെ കിടന്ന മൂത്രം ഒഴിച്ചെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉമ്മാന്റെ ശരീരത്തുകൂടെ കിടന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. കുഞ്ഞായിരിക്കണ സമയത്ത് നമ്മുടെ ഉമ്മാന്റെ മുഖത്തടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉമ്മ ഇന്ന് വരെ തല്ലിയിട്ടില്ലല്ലോ. നമ്മൾ എത്ര ദ്രോഹിച്ചാലും എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന നമ്മുടെ ഉമ്മ, അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമ്പോൾ, അള്ളാഹു അവരുടെ മണ്ണറ മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മക്കളും നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോ, അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ തിരിച്ച് നിന്നോട് അത് തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.